CBSE 10ാം തരം പരീക്ഷയിൽ ഉന്നത വിജയം നേടിയിരിക്കുകയാണ് ചങ്ങനാശ്ശേരി അമൃത വിദ്യാലയത്തിലെ വിദ്യാർത്ഥി ആദർശ് ഗിരീഷ് പിള്ള. 3 വിഷയങ്ങളിൽ ഫുൾ മാർക്കോടെ 500-ൽ 497 മാർക്കാണ് ഈ മിടുക്കൻ നേടിയെടുത്തത്. ആദർശ് വളരെ കൂളാണ്, സിമ്പിൾ പക്ഷേ പവർഫുൾ. CBSE 10ാം തരം അത്യുഗ്രൻ മാർക്കോടെ പാസ്സായതിന്റെ അത്യാഹ്ലാദങ്ങളില്ല. പരീക്ഷാ സമയത്ത് സമ്മർദ്ദവുമില്ലായിരുന്നു. യഥാർത്ഥത്തിൽ ഇതുപോലെ പാട്ടും പാടിയാണ് ആദർശ് ഗിരീഷ് പിള്ള 500-ൽ 497 മാർക്കും നേടിയെടുത്തത്. 3 വിഷയങ്ങളിൽ 100-ൽ 100. ഒരു നേട്ടമായിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ തന്നെ കാണുന്നില്ല. ഞങ്ങളുടെ അടുത്ത ക്ലാസ് തുടങ്ങി ജീവിതം മുന്നേറി പോകുന്നു. പ്രിപ്പറേഷനൊക്കെ സത്യം പറയുകയാണെങ്കിൽ ആൾക്കാരൊക്കെ രാവും പകലും ഒന്നാക്കി പഠിക്കാനൊക്കെ അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ശ്രദ്ധിക്കുക, എന്നിട്ട് വീട്ടിൽ വന്ന് പറ്റുന്നത്ര ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക, അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ ആവശ്യമുള്ളൂ. ദേശീയ തലത്തിൽ 3ാം റാങ്കാണ് ഈ നേട്ടം. പഠനത്തോട് ആത്മാർത്ഥമായ സമീപനം, പിന്നെ കഠിനാധ്വാനം. ആദർശിന്റെ വിജയ രഹസ്യം ഇതാണെന്ന് രക്ഷിതാക്കൾ പറയുന്നു. അവന് സ്വന്തമായി കാര്യങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ അവന്റെ കാര്യം നോക്കിക്കോളും. അവന് സ്വന്തമായിട്ട് പഠിച്ചോളും. ഞങ്ങളുടെ അതിനകത്തൊരു ഇൻവോൾവ്മെന്റോ ഒരു പ്രഷറോ ഒന്നും അവന് ആവശ്യമില്ല. അവനവൻ്റെ കാര്യങ്ങൾ ഓരോ ദിവസവും എന്താ ചെയ്യേണ്ടതെന്ന് അവൻ്റെതായ തീരുമാനത്തിൽ അവൻ ചെയ്തോളും. അപ്പോൾ അത് കൊച്ചിലെ തൊട്ടേ ആ ഒരു രീതിയാണ്. നമ്മൾ പഠിക്കാൻ നിർബന്ധിക്കുകയോ അല്ലെങ്കിൽ ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ അങ്ങനെയുള്ള ടൈം ടേബിളുകളൊന്നും ഉണ്ടാകാറില്ല. തലേനായിട്ട് അവന് ചെയ്യേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ഒരു റെഗുലറായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് അവൻ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ലാസ്റ്റ് മൊമെൻറ്റ് സ്റ്റഡീന് അവനില്ല. ലാസ്റ്റ് മൊമെൻറ്റ് ശരിക്കും അവൻ ഫ്രീ റിലാക്സ് ആയിട്ട് നടക്കുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവിങ്ങും അതൊക്കെ നല്ലപോലെ ചെയ്തിട്ടുണ്ട്, നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കും എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിരുന്നു നല്ല റിസൾട്ട് വരുമെന്ന്. അപ്പോൾ അത് കിട്ടി. ചെങ്ങന്നൂർ മാർ ഇവാനിയോസ് ലോ കോളേജ് പ്രിൻസിപ്പലാണ് അച്ഛൻ ഗിരീഷ്. അമ്മ പ്രീതിയും അധ്യാപികയാണ്. അമൃത വിദ്യാലയത്തിലെ ഏറ്റവും ഉന്നത സ്കോർ കൂടിയാണ് ആദർശിന്റെ ഈ നേട്ടം. ആദർശ് സ്കൂളിന്റെയും അധ്യാപകരുടെയും പ്രതീക്ഷ തെറ്റിച്ചില്ല. ശരിക്കും വളരെയേറെ ആഹ്ലാദിക്കാവുന്ന ഒരു നേട്ടമാണിത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആദർശിൻ്റെ കാര്യത്തിൽ സംശയങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നല്ല നേട്ടം തന്നെ ഉണ്ടാവും. പിന്നെ ആദർശിനെ സംബന്ധിച്ചിടത്തോളം ആദർശിൻ്റെ ഇന്നസെൻസ്, ഈ പഠനം മാത്രമല്ലാതെ മറ്റുള്ളതിലൊക്കെയുള്ള മികവ്, സഹോദയ ഫെസ്റ്റിവലിലാണെങ്കിലും ഏതിലാണെങ്കിലും ആദർശിൻ്റെ മികവ്, ഏറ്റവും അധികം പറയേണ്ടത് ആദർശിൻ്റെ ഇന്നസെൻസാണ്. അത് ആ ഇന്നസെൻ്റായിട്ടുള്ള ആ കുട്ടി തൻ്റേതായ തീരുമാനങ്ങളുണ്ട്, വളരെ കാമായിട്ട് സ്കൂളിൽ പ്രതികരിക്കുന്ന കുട്ടി. ആ ശാന്തത എന്ന് പറയുന്നത് ആദർശിനെ കണ്ടു തന്നെ മറ്റുള്ളവർ പഠിക്കണം. വളരെ ബ്രില്യൻ്റ് ആണ്, വളരെ നല്ല കുട്ടിയാണ്. എല്ലാ കാര്യങ്ങളും സ്വഭാവത്തിലും എല്ലാം വളരെ നല്ല കുട്ടിയാണ്. വളരെയധികം സന്തോഷം അവൻ്റെ ഈ ഒരു മാർക്കിൽ. ഗിറ്റാർ, ബാസ്കറ്റ്ബോൾ, ബോക്സിംഗ്, എഴുത്ത് എന്നിവയിലെല്ലാം പഠനത്തിനിടയിലും സജീവമാണ് ആദർശ്. ഒരു വൈബ് പിടിക്കാൻ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിലേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം ഒരു സൈക്കിൾ ട്രിപ്പും നടത്തി. ഒരു എത്തിക്കൽ ഹാക്കറാകാനാണ് ആദർശിന്റെ ആഗ്രഹം. IIT-യിൽ ചേർന്ന് പഠനം തുടരണം. പ്രവേശന പരീക്ഷയ്ക്കായുള്ള തയ്യാറെടുപ്പുകളും തുടരുന്നുണ്ട്. ജനം, കോട്ടയം.